ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻസ് നോക്കാം. ലെറ്റ്സ് ചെക്ക് ഔട്ട്. ദ ന്യൂസ് ഓഫ് ദി ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. അങ്ങനെ നമ്മുടെ പെലോയും എലിസൻ്റെ അവരുടെ വീട്ടുമുറ്റത്ത് അവർ കണ്ടെത്തിയിട്ടുള്ള നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ചിറകുകളുള്ള ഒരു വൃദ്ധൻ കൂട്ടിലോ അല്ലെങ്കിൽ ഒരു വേലിയിലൊക്കെ അടച്ചു വെച്ചിരുന്നു. അപ്പോൾ ആളുകൾ അദ്ദേഹത്തെ ഒരു ഏഞ്ചലായിട്ടാണ് കരുതിയിരുന്നത്. ഈ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ ആ ഗ്രാമം മുഴുവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യർക്ക് അതിനെ കാണാനുള്ള ഭയങ്കര കൗതുകം, അതായത് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടെന്നാണ് ഈ ഒരു ലൈനിലൂടെ പറയുന്നത്. ആഫ്റ്റർ എ ഫ്യൂ ഹവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് ദി ബസ്റ്റിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ പെലോയയുടെയും അതുപോലെ എലിസൻ്റെയും വീടിൻ്റെ മുറ്റം ഒരു ചന്ത പോലെ മാർക്കറ്റ് പ്ലേസ്, അതായത് ചന്ത പോലെ തിരക്കേറിയ സ്ഥലമായിട്ട് മാറി. ആളുകളൊക്കെ കൂട്ടം കൂടി വന്ന് സംസാരിക്കുകയും അതുപോലെ അതിനെ കാണാൻ ശ്രമിക്കുകയൊക്കെയും ചെയ്തുകൊണ്ട് അവിടെ വലിയ ബഹളവും അതുപോലെ വളരെ തിരക്കുണ്ടായി അവിടെ. ഓക്കെ, ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദി മോബ്. അങ്ങനെ നമ്മുടെ ജനങ്ങളുടെ ഒരു എണ്ണം, അതായത് അത്രയും ആളുകൾ വന്ന് സന്ദർശിക്കാൻ വന്നതുകൊണ്ട് അവിടെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വർദ്ധിച്ചു. അതിനാൽ നമ്മുടെ പെലോയും എലിസൻ്റെ ആ ഒരു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവരെ പിരിച്ചുവിടാനായിട്ട് ആരുടെ സഹായം തേടി? നമ്മുടെ സൈനികരുടെ ട്രൂപ്സ് ഓഫ് ഡിസ്പേഴ്സ്, അതായത് നമ്മുടെ സൈനികരുടെ സഹായം തേടി. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ആളുകളുടെ ആവേശവും അതായത് നിയന്ത്രണം വിട്ട സാഹചര്യമാണ് നമ്മുടെ എഴുത്തുകാരനെ കാണിക്കുന്നത്. They got the idea of fencing in the yard and charging 5 cents for admission to see the angel. അങ്ങനെ ഇത്രയധികം ആളുകൾ വരുന്നത് കണ്ടപ്പോൾ അതിൽ നിന്ന് പണം സമ്പാദിക്കാമെന്ന് അവർ ചിന്തിച്ചു. അപ്പോൾ അതിനായിട്ട് മുറ്റത്തിന് ചുറ്റും വേലി കെട്ടിയിട്ട് ആ ഒരു ചിറകുകളുള്ള വൃദ്ധനെ കാണാൻ വരുന്ന ഓരോരുത്തരുടെ കയ്യിൽ നിന്നും അവർ 5 സെൻറ്റ് വീതം, അതായത് അവർക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു പ്രവേശന ഫീസായിട്ട് ഈടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ അവരുടെ ആ ഒരു ലാഭത്തിൻ്റെ ഒരു മോഹം അതുപോലെ അവരുടെ സ്വാർത്ഥതയൊക്കെയാണ് വ്യക്തമാക്കുന്നത്. ദ ക്യൂരിയസ് കം ഫാർ അവേ. അങ്ങനെ ഈ ഒരു അത്ഭുത വാർത്ത കേട്ടിട്ട് വെറും കൗതുകം കൊണ്ട് മാത്രം നമ്മുടെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഈ ഒരു വിചിത്രമായിട്ടുള്ള ജീവിയെ നേരിൽ കാണാമെന്ന് ആഗ്രഹം കൊണ്ട് ഇവർ എത്തിയിട്ടുണ്ട്. ദ മോസ്റ്റ് അൺഫോർട്ടുനേറ്റ് ഇൻവാലിഡ്സ് ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. അപ്പോൾ വിവിധ രോഗങ്ങളെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ ഒരു വൃദ്ധന് ഒരു അത്ഭുത ശക്തി ഉണ്ടെന്നും, അതായത് അവരുടെ രോഗമൊക്കെ സുഖപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അവർ രോഗമുക്തി പ്രതീക്ഷിച്ചാണ് അവിടെ കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലൂടെ നമുക്ക് എന്താണ് എടുത്തു കാണിക്കുന്നത്? അതായത് മനുഷ്യരുടെ ഒരു അന്ധവിശ്വാസം, അതായത് അത്ഭുതങ്ങളിലുള്ള ഒരു വിശ്വാസമൊക്കെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. പെലായോ ആൻഡ് എലിസൻഡ were happy with fatigue. അപ്പോൾ നിരവധി ആളുകൾ ഇങ്ങനെ സന്ദർശിക്കാൻ വന്നതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം ജോലിയും അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൂടെ ധാരാളം പണം അവർക്ക് കിട്ടുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് ശരീരപരമായും ക്ഷീണിതരാണെങ്കിലും സാമ്പത്തിക നേട്ടം കാരണം അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാമഡ് ദെയർ റൂംസ് വിത്ത് മണി. അങ്ങനെ ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ അവർ അത്രയധികം പണം അവർ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ വീടിൻ്റെ മുറികൾ മുഴുവനും പണം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ഒരു സമ്പന്നരായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ദ ലൈൻ ഓഫ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻ്റർ റീച്ച്ഡ് ബിയോണ്ട് ദി ഹൊറിസോൺ. അങ്ങനെ ഇത്രയധികം ആളുകൾ ഇതിനകം വന്നിട്ടും പുതിയ ആളുകൾ വരുന്നത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവർ ചിറകുകളുള്ള വൃദ്ധനെ കാണാൻ കാത്തു നിൽക്കവരുടെ നിര വളരെ ദൂരത്തോളം നീണ്ടു കിടന്നു. അപ്പോൾ അത്രയധികം ആളുകൾ അദ്ദേഹത്തെ കാണാനും അതുപോലെ അനുഗ്രഹം ലഭിക്കാനും ആഗ്രഹിച്ചു. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ, അതായത് അത്ഭുതങ്ങളോടുള്ള മനുഷ്യരുടെ വിശ്വാസം, അതല്ലെങ്കിൽ കൗതുകം, അന്ധവിശ്വാസം, കൂടാതെ നമ്മുടെ മറ്റുള്ളവരുടെ അവസ്ഥയിൽ നിന്ന് ലാഭം കണ്ടെത്താനുള്ള ഒരു എലിസൻ്റെയും പെലായുടെയും ആ ഒരു സ്വാർത്ഥ മനോഭാവം, ഇതൊക്കെ നമ്മുടെ എഴുത്തുകാരൻ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ദ ഏഞ്ചൽ വാസ് ദി ഓൺലി വൺ ഹൂ ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. അപ്പോൾ ഈ ഒരു വിചിത്രമായ സംഭവത്തിൻ്റെ അതായത് കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ദൈവദൂതനാണ്. പക്ഷെ അദ്ദേഹത്തെ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് തിരക്കൂട്ടി വരിക, അതായത് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ കഥകൾ പറയുകയും അതുപോലെ അത്ഭുതങ്ങൾ അതായത് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഇതിലൊന്നും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ളവർ അദ്ദേഹത്തെ ഒരു അത്ഭുത ജീവിയായിട്ട് കണ്ടപ്പോൾ അദ്ദേഹം സ്വയം അങ്ങനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതായത് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടന്ന നാടകത്തിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു വ്യക്തി അദ്ദേഹം മാത്രമായിരുന്നു. He spent his time trying to get comfortable in his borrowed nest. അപ്പോൾ അദ്ദേഹത്തെ ഒരു കോഴിക്കൂട്ടിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലമല്ല, അത് വാസസ്ഥലമല്ല. അതുകൊണ്ട് തന്നെ എഴുത്തുകാരൻ ഇവിടെ ഈ ഒരു ലൈനിൽ ബോറോഡ് നെസ്റ്റ് എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അതായത് ഒരു അന്യമായ സ്ഥലത്ത് എങ്ങനെയെങ്കിലും കുറച്ച് ആശ്വാസം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കുകയാണ്.
അദ്ദേഹത്തിന് വളരെ പ്രായമായതിനാലും അതുപോലെ തന്നെ ശരീരബലം കുറഞ്ഞതുകൊണ്ടും അദ്ദേഹം ശാന്തമായിട്ട് കഴിയാൻ മാത്രമാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം ബോത്ത് ബോൾസ്. അങ്ങനെ ആദ്യകാലത്തെ ആളുകൾക്ക് അദ്ദേഹത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ദേവദൂതന്മാർ അവൻ എന്താണ് ഭക്ഷിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ചിലർ അദ്ദേഹത്തിന് എന്താണ് മോത്ത് ബോൾസ് ഭക്ഷണമായിട്ട് കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത് മനുഷ്യരുടെ അറിവില്ലായ്മയും അതുപോലെ ആ ഒരു വിചിത്രമായിട്ടുള്ള ധാരണകളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ബട്ട് ഹി എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാൻ മഷ്. എന്നാൽ അദ്ദേഹം ആ ഒരു മോത്ത് ബോൾസ് കഴിച്ചിട്ടില്ല. പകരം ആ ഒരു വഴുതനങ്ങ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വളരെ മൃദുവായിട്ടുള്ള ഭക്ഷണം മാത്രമാണ് അദ്ദേഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ, അതായത് സാധാരണ ഭക്ഷണമാണ് കഴിച്ചതെന്ന് സൂചിപ്പിക്കുന്നത്. അതായത് അദ്ദേഹത്തിൽ ദൈവ ദൈവികതയേക്കാൾ മനുഷ്യ സവിശേഷതകൾ കൂടുതലായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വിർച്യൂ സീമഡ് ടു ബി പേഷ്യൻസ്. അപ്പോൾ അദ്ദേഹത്തിലെ ആളുകൾ പ്രതീക്ഷിച്ച അത്ഭുത ശക്തികളൊന്നും എന്തല്ല പ്രകടമായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു അസാധാരണമായിട്ടുള്ളൊരു ഗുണം ഉണ്ടായിരുന്നു. അതായിരുന്നു എന്ത്? ക്ഷമ. അതായത് മറ്റുള്ളവർ അദ്ദേഹത്തോട് മോശമായിട്ട് പെരുമാറിയിട്ടും അദ്ദേഹം ഒരിക്കലും അവരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മഹത്വം അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ഷമാശക്തിയായിരുന്നു. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദി ഹാൻഡ്സ് പെക്ഡ് അറ്റ് ഹിം സെർച്ചിങ് ഫോർ ദി പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. അങ്ങനെ കോഴികൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിറകുകളിൽ ഉണ്ടായിരുന്ന ചെറിയ ജീവികളെ തേടിയിട്ട് അദ്ദേഹത്തെ കൊത്തിയിരുന്നു. നമുക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ വേദന അനുഭവപ്പെട്ടിട്ടുണ്ടാകും. എന്നിരുന്നാലും അദ്ദേഹം ആ ഒരു കോഴികളോട് കോപിക്കുകയോ അല്ലെങ്കിൽ അവരെ ഓടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം എല്ലാം സഹിച്ചു. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സഹനശക്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് എല്ലാം ക്ഷമിച്ച് അദ്ദേഹം നിന്നിട്ടുണ്ട്. ഹി വാസ് പേഷ്യൻ അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെദേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. അപ്പോൾ ഈ വൈകല്യമുള്ളവരും അതുപോലെ രോഗികളുമായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ചിറകുകളിൽ നിന്നിട്ട് തൂവലുകളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്വന്തം ശരീരത്തിൽ സ്പർശിച്ചാൽ അവരുടെ രോഗം മാറും എന്ന് അവർ വിശ്വസിച്ചു. അപ്പോൾ ഈ പ്രവർത്തനം അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും. അദ്ദേഹം അതിനോടൊന്നും പ്രതികരിച്ചില്ല. ഒക്കെ ക്ഷമയോടെ അദ്ദേഹം അതൊക്കെ നിന്നു. ഹി റിമൈൻഡ് പേഷ്യൻ വെൻ ഈവൻ ദി മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. അപ്പോൾ അദ്ദേഹത്തോട് കരുണ കാണിക്കുന്നവരെന്ന് കരുതപ്പെട്ട ആളുകൾ പോലും അദ്ദേഹത്തെ കല്ലെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തെ ഉപദ്രവിക്കാനായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഒരിക്കലും പ്രതികരിച്ചില്ല. അദ്ദേഹം എല്ലാം നിശബ്ദമായിട്ട് സഹിച്ചു നിന്നു. അപ്പോൾ ഇവിടെ മനുഷ്യരുടെ കരുണ പോലും ചിലപ്പോൾ എന്തായിരിക്കാം? ക്രൂരമായിട്ട് നമുക്ക് മാറുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. ആഫ്റ്റർ ഓൾ ദേ വർ ഓൺലി ട്രൈങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. ആളുകൾ അദ്ദേഹത്തെ വെറുപ്പ് കൊണ്ടല്ല കല്ലെറിഞ്ഞത്, പക്ഷെ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാനുള്ള കൗതുകം കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. അവർക്ക് അദ്ദേഹത്തിൻ്റെ വേദനയെക്കുറിച്ച് യാതൊരു പരിഗണന ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ആകാംക്ഷ നിറവേറ്റുക മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഉദ്ദേശത്തോടെ ചെയ്ത പ്രവർത്തികൾ പോലും ചിലപ്പോൾ എന്തായിരിക്കാം? മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കാമെന്ന് ഈ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സോ ഹാപ്പൻ ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ് ദർ അറൈവഡ് ഇൻ ദ ടൗൺ എ ട്രാവലിംഗ് ഷോ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ ഒരു ദിവസം നമ്മുടെ ആ പട്ടണത്തിൽ ഒരു യാത്രാ പ്രദർശനം അഥവാ ഒരു ട്രാവലിംഗ് ഷോ എത്തി. അപ്പോൾ ഇത്തരം പ്രദർശനങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിലും പോയി ആളുകൾ ആകർഷിക്കുന്ന ഒരു വിനോദ പരിപാടികളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമവാസികൾക്ക് ഇതൊരു പുതിയ കൗതുകമായിരുന്നു ഇങ്ങനെ കാണാൻ പോകുന്നതൊക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ റൈറ്റർ ഒരു പുതിയ സംഭവത്തിലേക്ക് നമ്മുടെ സ്റ്റോറിയെ കൊണ്ടുപോവാണ്. ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൺ ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ് ഇൻ ടു എ സ്പൈഡർ ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ആ ട്രാവലിംഗ് ഷോയിലെ ഏറ്റവും വലിയൊരു ആകർഷണം എന്ന് പറയുന്നത് ഒരു ചിലന്തിയായിട്ട് മാറിയ ഒരു സ്ത്രീയായിരുന്നു. അത് അവളുടെ കഥ അനുസരിച്ച് ഒരു ദിവസം ഇടിമിന്നലും അതുപോലെ ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റൊക്കെ ഉണ്ടായപ്പോൾ അവൾ എന്താണ് ചിലന്തിയായി മാറിയതാണ്. അതായത് അവളുടെ തലയും മുഖമൊക്കെ എന്താണ് മനുഷ്യൻ്റേതായിരുന്നു, എന്നാൽ ശരീരം ഒരു വലിയൊരു ചിലന്തിയുടേതായിരുന്നു. അപ്പോൾ ഈ ഒരു വിചിത്ര രൂപം എന്താണ് ആളുകൾ വലിയ കൗതുകം സൃഷ്ടിച്ചു. അതുകൊണ്ട് എല്ലാവരും എന്താണ് അവളെ കാണാൻ ആഗ്രഹിച്ചു. The admission fee to see her was less than the fee to see the angel, so the people flocked to see her. ആ സ്ത്രീയെ കാണാനുള്ള ടിക്കറ്റ് നിരക്ക് നമ്മുടെ ദൈവദൂതനെ കാണാനുള്ള ഫീസിനേക്കാളും വളരെ കുറവായിരുന്നു. പെലോയും എലിസൻ്റെ എന്താണ് ദൈവദൂതനെ കാണാൻ 5 സെൻറ്റായിരുന്നു എല്ലാ ജനങ്ങളുടെ അടുത്തു നിന്നും ഈടാക്കിയിരുന്നത്. അപ്പോൾ ചിലന്തിയ സ്ത്രീയെ കാണാൻ അതിലും കുറഞ്ഞ പണമായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ട് നമ്മുടെ സാധാരണ ജനങ്ങളൊക്കെ എന്താണ് അവളെ കാണുന്നത് കൂടുതൽ സൗകര്യമായിരുന്നു അവർക്ക്. കാരണം കുറച്ച് പൈസ ചിലന്തീനെ കാണാനുള്ളൂ, പക്ഷെ ദൈവദൂതനെ കാണാൻ അതിലും എമൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ചിലന്തി സ്ത്രീയെ കാണാനാണ് തുടങ്ങിയത്. അപ്പോൾ മുമ്പ് എല്ലാവരും ദൈവദൂതൻ്റെ അടുത്തേക്ക് പോയിരുന്നെങ്കിലും ഇപ്പോൾ അവരുടെ ശ്രദ്ധ പുതിയ കാഴ്ചയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മനുഷ്യരുടെ ആ ഒരു സ്വഭാവത്തെയാണ് നമ്മുടെ റൈറ്റർ പറയുന്നത്. അതായത് പുതിയതും അല്ലെങ്കിൽ കൂടുതൽ രസകരവുമായിട്ട് എന്തെങ്കിലും കണ്ടാൽ പഴയ കാര്യങ്ങൾ നമ്മൾ എളുപ്പത്തിൽ എന്താണ് മറക്കും. They were also permitted to ask her all manner of questions about her absurd state. ആ സ്ത്രീയെ കാണാൻ വന്ന ആളുകൾക്ക് എന്താണ് അവളോട് എന്ത് ചോദിക്കാനും അനുവാദം ഉണ്ടായിരുന്നു. അതായത് അവൾ എങ്ങനെയാണ് ചിലന്തിയായി മാറിയത്, അങ്ങനെ അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാ ചോദ്യങ്ങളും
ചോദിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാന വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ ആ ഒരു ചിറകുള്ള ആ ഒരു വയോധികനോട് ആളുകൾക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ചിലന്തി സ്ത്രീ എന്താണ്, അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവൾ തൻ്റെ കഥ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവളെ കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ അവളോട് കൂടുതൽ താല്പര്യം തോന്നാൻ തുടങ്ങി. ഓണേഴ്സ് ഓഫ് ദി ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമൻ. അങ്ങനെ വീടിൻ്റെ ഉടമകളായിട്ടുള്ള നമ്മുടെ പെലോയ്ക്കും അതുപോലെ എലിസൻ്റെക്കും എന്താണ്, അത് ദുഃഖിക്കാനോ അല്ലെങ്കിൽ വിഷമിക്കാനോ യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, അവരുടെ ആ ചിറകുകളുള്ള വൃദ്ധനെ കാണാൻ ആളുകളിൽ നിന്ന് അവർ ഈടാക്കിയ പണം അവരുടെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചിരുന്നു. കാരണം അവർ ആദ്യം ദാരിദ്ര്യത്തിലായിരുന്നു, ഇപ്പോൾ അവർ സമ്പത്തിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവന്നു. വിത്ത് ദ മണി ദാറ്റ് സേവ്ഡ് ദ ബിൽഡ് എ ടു സ്റ്റോറി മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. അവർ സമ്പാദിച്ച പണം ഉപയോഗിച്ച് 2 നിലകളുള്ള വലിയൊരു ആഡംബര വീട് അവർ നിർമ്മിച്ചു. അപ്പോൾ ആ വീട്ടിൽ മനോഹരമായിട്ടുള്ള ബാൽക്കണികളും അതുപോലെ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കലും വളരെ സാധാരണ ജീവിതം നയിച്ചിരുന്ന അവരിപ്പോൾ സമ്പന്നന്, ഇത് ഭയങ്കര ആഡംബരമായിട്ടുള്ള ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി. ഇറ്റ് ആൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻറ്റ് ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദി വിൻ്റർ ആൻഡ് അയേൺ ബാർസ് ഓൺ ദി വിൻഡോസ് സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻറ്റ് ഗെറ്റ് ഇൻ. അങ്ങനെ ശൈത്യകാലത്ത് ഞണ്ടുകൾ വീടിനുള്ളിലേക്ക് കടക്കാതിരിക്കാൻ അവർ ഉയരമുള്ള വലകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഥയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞണ്ടുകളുടെ കാരണം കുഞ്ഞിന് രോഗം വന്നിരുന്നു. അപ്പോൾ ആ അനുഭവം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ അവരെന്താണ് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അയേൺ ബാർസ് ഓൺ ദി വിൻഡോസ് എന്ന് പറയുന്നുണ്ട്. അതായത് വിൻഡോസിൽ അവർ ഇരുമ്പ് കമ്പികൾ കൊണ്ട് മറിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്ത് ഉദ്ദേശത്തിലാണ് വെച്ചാൽ ഇപ്പോൾ കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടാനോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് ഇനി ഒരിക്കലും ഒരു ദൈവദൂതന് വീട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മുടെ റൈറ്റർ പരിഹാസ രൂപത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഒരിക്കലും അവരുടെ ഭാഗ്യം മാറ്റിമറിച്ചൊരു ദൈവദൂതനെ അവർ ഒരു അനുഗ്രഹമായിട്ട് കാണാതെ അവരെന്താണ്, അതിനൊരു ശല്യമായിട്ടാണ് കണ്ടിരുന്നത്. പെലായോ ആൾസോ സെറ്റപ്പ് എ റാബിറ്റ് ബാരൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് എസ് എ ബെലി ഫോർ ഗുഡ്. അങ്ങനെ പെലോയ തൻ്റെ പഴയ ജോലി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അദ്ദേഹം ഇപ്പോൾ മുയലുകളെ വളർത്തുന്ന ഒരു വലിയ ഫാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹം വളരെ സാമ്പത്തികനായിട്ട് ഭയങ്കര സ്വതന്ത്രനായി. അങ്ങനെ ചിറകുകളുള്ള വൃദ്ധയിൽ നിന്നുണ്ടായ വരുമാനം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വളരെയധികം മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു. എലിസണ്ടർ ബ്രോഡ് സം സതൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറഡിസൻറ്റ് സിൽക്ക്. അങ്ങനെ എലിസണ്ട ആ ഒരു സമ്പന്നരുടെ രീതിയിലുള്ള ചെരുപ്പുകളും അതുപോലെ വളരെ തിളക്കമുള്ള പട്ടുകൊണ്ടുള്ള മനോഹര വസ്ത്രങ്ങളൊക്കെ അവർ വാങ്ങാൻ തുടങ്ങി. ഒരിക്കലും അവർ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന അവളിപ്പോൾ വളരെ ആഡംബര ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് അവരുടെ ജീവിതശൈലി തന്നെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ദ ചിക്കൻ കൂപ്പ് വാസ് ദി ഓൺലി തിങ് ദാറ്റ് ഡിഡ്ന്റ് റിസീവ് എനി അറ്റൻഷൻ. എന്നാൽ ആ ഒരു കോഴിക്കൂടിന് മാത്രം അവർ യാതൊരു അറ്റൻഷനും കൊടുത്തിട്ടില്ല. അതായത് ചിറകുകളുള്ള ആ ഒരു വൃദ്ധൻ ഇപ്പോഴും അവിടെ തന്നെയായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന ആ സ്ഥലം അവർ അവഗണിച്ചു. അപ്പോൾ അവർ സമ്പന്നരാക്കിയ ആ വ്യക്തിയോട് അവർ നന്ദി കാണിച്ചില്ല എന്നതാണ് ഇവിടെ നമ്മുടെ റൈറ്റർ പറയുന്നത്. ദ ഡങ് ഹീപ്പ് സ്ട്രെങ്ത് ഫ്രം ദി കൂപ്പ് വാസ് ടേണിംഗ് ദി ന്യൂ ഹൗസ് ഇൻ ടു ആൻ ഓൾഡ് വൺ. അങ്ങനെ കോഴിക്കോട് നിന്നുള്ള ചാണകക്കൂമ്പാരത്തിൻ്റെ ആ ദുർഗന്ധം പുതിയ വീടിന് പോലും പഴയതുപോലെ ആക്കുമായിരുന്നു. അത്ര വലിയ ആഡംബര ഭവനം ഉണ്ടായിട്ടും കോഴിക്കോടിൻ്റെ അഴുക്കും ദുർഗന്ധവും അവരുടെ ജീവിതത്തിൽ നിന്നും അകന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവരുടെ സമ്പത്ത് കൊണ്ട് മാത്രം എല്ലാം മാറ്റാൻ കഴിയില്ല എന്ന ആശയം എഴുത്തുകാരൻ ഇവിടെ നമ്മുടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺ ടു വാക്ക് ദേ വർ കെയർഫുൾ ദാറ്റ് ഹി ഡിഡിൻറ്റ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദി കൂപ്പ്. അങ്ങനെ കുഞ്ഞ് നടക്കാൻ പഠിച്ചപ്പോൾ അവൻ കോഴിക്കോടിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാരണം അവിടെ താമസിച്ചിരുന്ന വൃദ്ധനെ അവർ ഇപ്പോഴും ഒരു വിചിത്ര ജീവിയായിട്ടായിരുന്നു കണ്ടിരുന്നത്. ബട്ട് ദെൻ ദേ ബിഗാൻ ടു ലൂസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ്ഡ് ടു ദി സ്മെൽ. എന്നാൽ കാലം കടന്നു പോയതോടെ അവരുടെ ഭയം കുറഞ്ഞു. കാരണം കോഴിക്കോടിലെ ആ ദുർഗന്ധത്തോടും അതുപോലെ അവിടുത്തെ ആ ഒരു സാഹചര്യങ്ങളോടൊക്കെ അവർ പതുക്കെ പൊരുത്തപ്പെട്ടു. മനുഷ്യർ ഏത് സാഹചര്യത്തോടും ക്രമേണ പൊരുത്തപ്പെടുന്നതാണ് ഇവിടെ നമ്മുടെ ഈ ലൈനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത് ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ ആസ് ദി വയേഴ്സ് വർ ഫാളിങ് അപ്പാർട്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ രണ്ടാമത്തെ പല്ലുകൾ വരുന്നതിന് മുമ്പ് തന്നെ കോഴിക്കൂടിൻ്റെ കമ്പികളൊക്കെ പഴകി തകർന്നതിനാൽ അവർ അതിനകത്ത് കയറി കളിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ പാരൻസിന് എന്താണ് അതുപോലും അതിൽ വലിയ ശ്രദ്ധ നൽകിയില്ല. അങ്ങനെ നമ്മുടെ ചിറകുകളുള്ള വൃദ്ധൻ്റെ സാന്നിധ്യം ഇപ്പോൾ കുടുംബത്തിന് വളരെ സാധാരണമായൊരു കാര്യമായി മാറിയിരിക്കുന്നു. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. ഒരു ദിവസം കുട്ടിക്കും അതുപോലെ ആ ഒരു ചിറകുകളുള്ള വൃദ്ധനും ഒരേ സമയത്ത് ചിക്കൻ ബോക്സ് രോഗം ബാധിച്ചു. അപ്പോൾ ഇതൊരു വളരെ പ്രതീകാത്മകമായ ഒരു സംഭവമാണ്. അതായത് അത്ഭുത ജീവിയാണെന്ന് കരുതപ്പെട്ടിരുന്ന വൃദ്ധനും അതുപോലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ രോഗബാധിതനായി. അങ്ങനെ അതിലൂടെ അദ്ദേഹം ദൈവിക ശക്തിയുള്ളവനേക്കാൾ മനുഷ്യ സവിശേഷതകളുള്ള ഒരാളാണെന്ന് നമ്മുടെ റൈറ്റർ ഇവിടെ വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. He found so much whistling in the heart and so many sounds in the kidneys. What surprised him most, however, was the logic of his wings. They seemed so natural on that completely human organism. He couldn't understand why other people didn't have them too.
അങ്ങനെ ആദ്യം തന്നെ ഈ ഒരു കഥയിൽ ആ ഒരു കുഞ്ഞിനെ നോക്കാനെത്തിയ ഡോക്ടറുടെ കാര്യമാണ് പറയുന്നത്. അതായത് കുഞ്ഞിനെ പരിശോധിച്ച ശേഷം ആ ഒരു ഏഞ്ചൽ ഉണ്ടല്ലോ മാലാഖയുടെ ഹൃദയമിടിപ്പ് ഒന്ന് കേൾക്കാൻ നമ്മുടെ ഡോക്ടർക്ക് എന്താണ് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. അങ്ങനെ ഡോക്ടർക്ക് എന്താണ് വളരെ ക്യൂരിയോസിറ്റി കൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു മാലാഖയെ പരിശോധിച്ചു. അപ്പോഴാണ് അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഡോക്ടർ കണ്ടെത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ മാലാഖയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു തരം വിസിലടി ശബ്ദം, അതാണ് ഇവിടെ വിസിലിംഗ് ഇൻ ദി ഹേർട്ട് എന്ന് പറയുന്നത്. അത് വിസിലിൻ്റെ സൗണ്ട് വൃക്കകളിൽ നിന്നും അതുപോലെ വിചിത്രമായിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങൾ അദ്ദേഹം കേട്ടു. അപ്പോൾ ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ എന്താണെന്ന് വെച്ചാൽ ആ മാലാഖയുടെ ചിറകുകളുടെ ലോജിക്കാണ്. അത് തികച്ചും നമ്മുടെ മനുഷ്യ ശരീരമുള്ള ആ ജീവിയിൽ ആ ചിറകുകൾ വളരെ സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് തോന്നിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ്, ഡോക്ടർ ചിന്തിക്കുകയാണ് എന്തുകൊണ്ട് ബാക്കി മനുഷ്യർക്കൊന്നും ഇങ്ങനെ ചിറകുകളില്ല എന്ന് പോലും ആ ഡോക്ടർ ചിന്തിച്ചു പോവുകയാണ് ഇവിടെ. When the child began school, the sun and rain had caused the collapse of the chicken coop. The angel went dragging himself about here and there like a stray dying man. അങ്ങനെ നമ്മുടെ പെലോയുടെ കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് വെയിലും മഴയൊക്കെ കൊണ്ട് അവർ ആ മാലാഖയെ പാർപ്പിച്ചിരുന്ന ഒരു കോഴിക്കോടുണ്ടല്ലോ, ചിക്കൻ കൂപ്പ് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതോടെ നമ്മുടെ മാലാഖ ഒരു അനാഥനെ പോലെ എന്താണ് മരിക്കാറായിട്ടുള്ള ഒരു തെരുവ് മനുഷ്യനെ പോലെ അവിടെയും ഇവിടെയൊക്കെ തളർന്ന് നടക്കാൻ തുടങ്ങി. He seemed to be in so many places at the same time. He could scarcely eat, and his eyes had also become so foggy that he went about bumping into posts. Pelayo threw a blanket over him and let him sleep in the shed. Only then did they notice that he had a temperature at night. അയാൾക്ക് ഒരേ സമയം എന്താണ് പലയിടങ്ങളിലുള്ളതുപോലെ ഒരു വിചിത്ര ഭാവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അയാൾക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല പനിച്ചിട്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ ഫോഗി എന്ന് വെച്ചാൽ കണ്ണുകളൊക്കെ മൂടൽ മഞ്ഞ് നിറഞ്ഞതുപോലെ കാഴ്ചയൊക്കെ മങ്ങി. അതുപോലെ വഴിയിലെ തൂണുകളിലൊക്കെ ചെന്നിട്ട് ഇടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് സങ്കടം തോന്നിയ നമ്മുടെ പെലോയ എന്ത് ചെയ്തു, അയാൾക്ക് മേലെ ഒരു കമ്പിളിപ്പുതപ്പിട്ട് കൊടുക്കുകയും അതുപോലെ ഷെഡിൽ ഇറങ്ങാൻ അദ്ദേഹത്തെ അനുവദിക്കുകയും ചെയ്തു. അപ്പോഴാണ് അവർ രാത്രിയിൽ അയാൾക്ക് കടുത്ത പനി ഉണ്ടെന്ന്, ടെമ്പറേച്ചർ വളരെയധികം കൂടുതലാണെന്ന് അവർ നോട്ടീസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. They became alarmed, for they thought he was going to die, and yet he not only survived his worst winter but seemed improved with the first sunny days. He remained motionless for several days in the furthest corner of the courtyard. At the beginning of December, some large stiff feathers began to grow on his wings. They looked like the feathers of a scarecrow. അങ്ങനെ അയാൾ മരിച്ചു പോകുമെന്ന് കരുതി അവർ പേടിച്ചു പോയി. എന്നാൽ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്താണ് ആ ഒരു കഠിനമായിട്ടുള്ള ശൈത്യകാലത്ത് അതിജീവിച്ച അദ്ദേഹം എന്താണ് ആ ഒരു നല്ലൊരു വിൻ്റർ വെയിലൊക്കെ ആയി വന്നപ്പോൾ അദ്ദേഹം വളരെ ആരോഗ്യത്തോടെ വീണ്ടും വന്നു. അങ്ങനെ ഡിസംബർ തുടങ്ങിയപ്പോൾ ആ മാലാഖയുടെ ചിറകുകളിൽ എന്താണ് കട്ടിയുള്ള പുതിയ വലിയ തൂവലുകളൊക്കെ മുളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആ തൂവലുകൾ കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അറിയോ? അതായത് നമ്മുടെ പാടത്തൊക്കെ പക്ഷികൾ ഓടിക്കാൻ വെക്കുന്ന ഒരു സ്കെയർ ക്രോ, അതായത് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ചിത്രം കാണാൻ കഴിയും. അതുപോലെയുള്ള, അതായത് നമ്മുടെ പാടത്തൊക്കെ നമുക്ക് കാണാം പക്ഷികൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു നോക്കുകുത്തിയുടെ പോലെ തൂവലുകളൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. അങ്ങനെ ഒരു ദിവസം രാവിലെ നമ്മുടെ പ്രധാന കഥാപാത്രമായിട്ടുള്ള നമ്മുടെ എലിസണ്ട അടുക്കളയിൽ എന്താണ് ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അപ്രത്യക്ഷമായിട്ട് അടുക്കളയിലേക്ക് ശക്തമായിട്ടുള്ള ഒരു കാറ്റ് വീശിയടിക്കുന്നത്. Then he went to the window and found the angel in his first attempts at flight. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. അങ്ങനെ പെട്ടെന്ന് കാറ്റടിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ അവരെന്താണ് ജനലിൻ്റെ അടുത്തേക്ക് ചെന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താണ് അത് നമ്മുടെ എലിസണ്ട അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താണ് ഇത്രയും നാൾ അവരുടെ തടവിലായിരുന്ന ഒരു മാലാഖ ഏഞ്ചൽ ഇതാദ്യമായിട്ട് എന്താണ് ആകാശത്തേക്ക് പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ആ ഒരു പറക്കാനുള്ള ശ്രമം വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു പറക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ക്ലംസി എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടി, അതായത് ഒരു കൃത്യത ഇല്ലാത്ത എന്നൊക്കെ ഒരർത്ഥം വരുന്നത്. അങ്ങനെ അവന് വായുവിൽ എന്താണ് ശരിയായിട്ട് ഗ്രിപ്പ് എന്ന് വെച്ചാൽ പിടിമുറുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവന് പറക്കാനുള്ള ഒരു പരിഭ്രാന്തിയിൽ എന്താണ് അവിടെ ഉണ്ടായിരുന്ന കോഴിക്കൂട് അല്ലെങ്കിൽ ആ ഒരു ഷെഡൊക്കെ അവന് ഇടിച്ച് തകർക്കുന്ന അവസ്ഥയിലായിരുന്നു. അവന് പുറത്തേക്ക് അവിടുന്ന് പറക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെയായിരുന്നു അവസ്ഥ അവിടുത്തെ. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. അങ്ങനെയെങ്കിലും പുള്ളിക്കാരൻ എന്താണ് വിട്ടുകൊടുത്തില്ല. കഠിനമായി പരിശ്രമിച്ച ഒടുവിൽ അവൻ എന്താണ് വായുവിനെ കീറി മുറിച്ച് ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ ആ മാലാഖയ്ക്ക് സാധിച്ചു. Elisenda let out a sigh of relief for herself and for him.
When she watched him pass over the last houses, he was holding himself up in some way with the risky flapping of a senile vulture. അങ്ങനെ ആ മാലാഖ തങ്ങളുടെ ഗ്രാമത്തിലെ അവസാനത്തെ വീടുകൾക്ക് മുകളിലൂടെയും ദൂരേക്ക് പറന്നു പോകുന്നത് നോക്കി നമ്മുടെ എലിസൻ്റെ എന്താണ് വലിയൊരു നെടുവീർപ്പിട്ടു. എ സൈ ഓഫ് റിലീഫ് എന്നാൽ ആശ്വാസത്തോടെയുള്ള ദീർഘവിശ്വാസം. അത് അവൾക്ക് മാത്രമുള്ളൊരു ആശ്വാസമായിരുന്നില്ല, മറിച്ച് ഇത്രയും നാൾ കഷ്ടപ്പെട്ട ആ ഒരു മാലാഖയ്ക്കും കൂടി ഉള്ളതായിരുന്നു. അങ്ങനെ എ സെനിൽ വൾച്ചർ എന്ന് വെച്ചാൽ അതായത് പ്രായം ചെന്ന അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ച ഒരു കഴുകൻ ചിറകടിക്കുന്നത് പോലെ വളരെ റിസ്ക് എടുത്താണ് അവനെന്താണ് ആകാശത്തേക്ക് പറന്ന് പോയത്. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷി വാസ് ത്രൂ കട്ടിങ് ദി ഓണിയൻസ്. അങ്ങനെ എലിസൻ്റെ അടുക്കളയിൽ ഇരുന്ന ഉള്ളി മുറിക്കുന്നത് പൂർത്തിയാക്കിയ ശേഷം ത്രൂ കട്ടിങ് ദി ഓണിയൻസ് അവൾ എന്താണ് ജനലിലൂടെ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ മാലാഖ ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് കാണാൻ അവൾക്ക് അത്രയേറെ താല്പര്യം ഉണ്ടായിരുന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. അവൾ എത്രത്തോളം നോക്കി നിന്നെന്ന് അറിയാമോ? അതായത് ആകാശത്തിൻ്റെ ദൂരങ്ങളിലേക്ക് മറിഞ്ഞ്, അതായത് അവൾക്ക് പിന്നീട് ഒട്ടും കാണാൻ സാധിക്കാതെ അത്രയും ദൂരത്തേക്ക് അവന് പോകുന്നത് വരെ അവൾ എന്താണ് കൺവെട്ട് നിന്നും മാറാതെ അവനെ തന്നെ നോക്കി നിന്നു. ഹി വാസ് നോ ലോങ്ങർ ഫോർ ആൻ അനോണിയൻസ് ഇൻ ഹെർ ലൈഫ്. ഇവിടെയാണ് നമ്മുടെ കഥാകൃത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. അതായത് ഇത്രയും നാൾ അവരുടെ കോഴിക്കൂട്ടിൽ കിടന്നത്, ഇത് ഒരുപാട് ശല്യവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരു ജീവിയായിരുന്നു അവർക്ക് ആ മാലാഖ. അനോണിയൻസ് എന്നാൽ വലിയൊരു ശല്യം അല്ലെങ്കിൽ ബാധ്യത എന്നൊക്കെ അർത്ഥം വരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അവന് പറന്നു പോയതോടെ അവന് അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമല്ലാതായി മാറി. ബട്ട് ആൻ ഇമാജിനറി ഡോട്ട് ഓൺ ദി ഹൊറിസോൺ ഓഫ് ദി സീ. അങ്ങനെ ഇപ്പോൾ അവന് എലിസൻ്റെക്ക് ഒരു ശല്യമല്ല, പകരം ആകാശത്തിൻ്റെ അതിർത്തിയിൽ, അതായത് ഹൊറിസോണിൽ കാണുന്ന വെറും ഒരു സങ്കല്പ ബിന്ദു മാത്രമായി. അതായത് ഇവിടെ പറയുന്നുണ്ട് ഇമാജിനറി ഡോട്ട്, അപ്പോൾ സങ്കല്പ ബിന്ദു മാത്രമായി അല്ലെങ്കിൽ ഒരു ചെറിയ കുത്തായിട്ട് അവന് മാറി. അതായത് ഒരു വലിയ അത്ഭുതം തങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയി എന്നൊരു ഓർമ്മ മാത്രമായി അവന് മാറി എന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ വരുന്നത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.